വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നെഹെമ്യായുടെ പുസ്തകം 10-ാം അധ്യായം. ഇതെല്ലാം മൂലം ഞങ്ങൾ ഒരു തീറുടമ്പടി എഴുതിയുണ്ടാക്കുകയും ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവായരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. മുദ്രിത രേഖയിൽ ഉൾപ്പെട്ടവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹെമ്യ, സെദേക്കിയ, സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ഷെബാനിയ, മല്ലൂക്ക്, ഹാരീം, മെറാമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഗിന്നദോൻ, ബാറൂഖ്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായ എന്നീ പുരോഹിതന്മാർ. ലേവായരായി അസാനിയായുടെ പുത്രൻ യശുവ, ഹെനാദാദിന്റെ മക്കളിൽ നിന്ന് ബിന്നൂയ്, കത്മിയേൽ എന്നിവർ. അവരുടെ സഹോദരന്മാരായി ഷെബാനിയ, ഹോദിയ, കെലീദ, പെലായ, ഹാനാൻ, മീഗ, റാഹോബ്, ഹഷാബിയ, സക്കൂർ, ഷറേബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബെനീനു എന്നിവർ. ജനനേതാക്കന്മാരായി പരോഷ്, പഹാത് മൊവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, അസ്ഗാദ്, ബേബായ്, അദോനിയ, ബിഗ്വായ്, അദീൻ, ആതർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, ഹഷും, ബേസായ്, ഹാരിഫ്, അനാത്തോത്ത്, നെബായ്, മക്പിയാഷ്, മെഷുല്ലാം, ഹേസിർ, മെഷസാബേൽ, സാദോക്, യദുവ, പെലാത്തിയ, ഹാനാൻ, അനായ, ഹൊഷയ, ഹനനിയ, ഹാഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബെക്, റേഹും, ഹഷപ്ന, മാസേയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലൂക്ക്, ഹാറീം, ബാന എന്നിവർ. ജനം, പുരോഹിതന്മാർ, ലേവായർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ദത്തുശുശ്രൂഷകർ എന്നിവരുടെ ശിഷ്ടഭാഗവും ദൈവത്തിന്റെ നിയമത്തിലേക്ക് വരുന്നതിന് തദ്ദേശീയ ജനങ്ങളിൽ നിന്നും ബന്ധം വിടർത്തിയ എല്ലാവരും, അവരുടെ ഭാര്യമാരും പുത്രീപുത്രന്മാരും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരുടെയും പ്രശസ്തരുടെയും മേൽ പിടിമുറുക്കുകയും ദേവദാസനായ മോശ വഴി നൽകപ്പെട്ട ദൈവനിയമത്തിൽ നടക്കാനും നമ്മുടെ നാഥനായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും നിവർത്തിക്കാനും കാക്കാനും ഒരു ശാപത്തോടും ശബദത്തോടും കൂടെ വരികയും ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പുത്രിമാരെ തദ്ദേശീയ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുകയില്ല, അവരുടെ പുത്രിമാരെ ഞങ്ങളുടെ പുത്രന്മാർക്കായി സ്വീകരിക്കുകയുമില്ല. വിൽപ്പന ചരക്കുകളോ ഏതെങ്കിലും ധാന്യമോ സാബത്ത് ദിവസം വിൽക്കാൻ കൊണ്ടുവരുന്ന തദ്ദേശീയ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവരിൽ നിന്ന് സാബത്തിലോ വിശുദ്ധ ദിനത്തിലോ വാങ്ങുകയില്ല. 7-ാം വർഷം കൃഷിയും എല്ലാത്തരം കടമിടപാടും ഞങ്ങൾ ഉപേക്ഷിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയ ശുശ്രൂഷയ്ക്കായി വർഷത്തിൽ 1/3 ഷെക്കൽ ഞങ്ങൾ നൽകുന്നതിന് ഞങ്ങളുടെ മേലുള്ള കൽപ്പനകൾ ഞങ്ങൾ നിലനിർത്തുന്നു. തിരുസാന്നിധ്യ അപ്പത്തിനും നിരന്തര ധാന്യബലിക്കും മാസങ്ങളുടെ സാബത്തുകളുടെ നിരന്തര ഹോമയാഗത്തിനും സമാഗമങ്ങൾക്കും വിശുദ്ധ വസ്തുക്കൾക്കും ഇസ്രായേലിനെ പ്രതി പരിഹാരം ചെയ്യാനുള്ള പാപയാഗങ്ങൾക്കും വേണ്ടിയാണിത്. അതായത് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയ ജോലി മുഴുവനുമായി ഞങ്ങൾ പുരോഹിതന്മാരും ലേവായരും ജനവും കുറികളിടുന്നു. വിറക് നൈവേദ്യം സംബന്ധിച്ച് നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ കത്തിക്കുന്നതിന് ആണ്ടുതോറും നിശ്ചിത സമയത്ത് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പിതൃഭവനമനുസരിച്ച് കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ നിലത്തിന്റെ ആദ്യവിളകളും എല്ലാ വൃക്ഷഗണത്തിന്റെയും എല്ലാ ആദ്യഫലങ്ങളും കർത്താവിന്റെ ആലയത്തിലേക്ക് ആണ്ടുതോറും കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ ആദിജാതരായ പുത്രന്മാരെയും ഞങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും കടിഞ്ഞൂളുകളായ മൃഗങ്ങളെയും നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുവരുന്നതിനുമാണിത്. കൂടാതെ ഞങ്ങളുടെ നുറുക്ക് ധാന്യങ്ങളും കാഴ്ചവസ്തുക്കളും എല്ലാ വൃക്ഷഗണത്തിന്റെയും ഫലവും വീഞ്ഞും എണ്ണയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ മുറികളിലേക്ക് പുരോഹിതന്മാർക്കും ഞങ്ങളുടെ നിലത്തിന്റെ ദശാംശം ലേവായർക്കും ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഞങ്ങളുടെ തൊഴിൽ നഗരങ്ങളിലെല്ലാം ദശാംശം പിരിക്കുന്നത് ലേവായർ തന്നെയാണ്. ലേവായർ ദശാംശം പിരിക്കുമ്പോൾ അഹരോന്യ പുരോഹിതൻ ലേവായരോടൊത്ത് ഉണ്ടായിരിക്കണം.
ലേവായർ ദശാംശത്തിന്റെ ദശാംശം കലവറയ്ക്കുള്ളിലെ മുറികളിലേക്ക് കൊണ്ടുവരണം. എന്തെന്നാൽ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ വഴിപാട് ഇസ്രായേല്യരും ലേവായരും കൊണ്ടുവരുന്നത് മുറികളിലേക്കാണ്. അവിടെയാണ് ശ്രീകോവിലിന്റെ പാത്രങ്ങളും ശുശ്രൂഷകരായ പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും ഗായകരും ഉള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഉപേക്ഷിക്കുകയില്ല. നെഹമ്യായുടെ പുസ്തകം 11-ാം അധ്യായം. ജനത്തിന്റെ പ്രഭുക്കന്മാർ ജെറുസലേമിൽ താമസിച്ചു. 10 പേരിൽ ഒരുവനെ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ താമസിക്കാൻ കൊണ്ടുവരുന്നതിന് ജനത്തിൽ ശേഷിച്ചവർ നറുക്കുകളിട്ടു. 9 ഭാഗം തങ്ങളുടെ പട്ടണങ്ങളിലായിരുന്നു. ജെറുസലേമിൽ പാർക്കാൻ സ്വയം സന്നദ്ധരായ എല്ലാ പൗരന്മാരെയും ജനം അനുഗ്രഹിച്ചു. യൂദാ നഗരങ്ങളിൽ പുരോഹിതരും ലേവായരും ദത്തു ശുശ്രൂഷകരും സോളമന്റെ ദാസന്മാരുടെ പുത്രന്മാരുമായ ഇസ്രായേൽക്കാർ ഓരോരുത്തരും സ്വന്തം അവകാശത്തിലാണ് താമസിച്ചത്. ജെറുസലേമിൽ താമസിച്ച പ്രവിശ്യ തലവന്മാർ ഇവരാണ്. യഹൂദരിൽ നിന്നും ബെഞ്ചമിന്യരിൽ നിന്നുമുള്ളവർ ജെറുസലേമിൽ പാർത്തു. യഹൂദരിൽ നിന്നുള്ളവർ പേരെസിരിൽപ്പെട്ട മഹലേലിന്റെ മകൻ ഷെഫാത്തിയായുടെ മകൻ അമരിയായുടെ പുത്രൻ സക്കറിയായുടെ മകൻ ഉസിയായുടെ പുത്രനായ അത്തായായും ഷിലോനിയനായ സക്കറിയായുടെ പുത്രൻ യോയാറാബിന്റെ മകൻ അദായുടെ പുത്രൻ ഹസായായുടെ മകൻ കൊൽഹോസയുടെ പുത്രൻ ബാറൂക്കിന്റെ മകൻ മാസയായും. ജെറുസലേമിൽ പാർത്ത പേരെസ്യർ 468 വീരപുരുഷന്മാരായിരുന്നു. ബെഞ്ചമിന്യർ ഇവരാണ്: യഷായായുടെ പുത്രൻ ഇത്തിയേലിന്റെ പുത്രൻ മസയായുടെ പുത്രൻ കോലായുടെ പുത്രൻ പെദായായുടെ പുത്രൻ യോയേദിന്റെ പുത്രൻ മെഷുല്ലാമിന്റെ പുത്രനായ സല്ലുവും അവന് ശേഷം ഗബ്ബായ്, സല്ലായ് എന്നിവരും ഉൾപ്പെടെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയലായിരുന്നു അവരുടെ മേൽ ചുമതലക്കാരൻ. ഹസേനുവായുടെ പുത്രൻ യൂദായായിരുന്നു നഗരത്തിന് മേൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ നിന്ന് യോയാറാബിന്റെ പുത്രൻ യദായ, യാക്കീൻ എന്നിവരും ദേവാലയാധിപനായ അഹിത്തൂബിന്റെ പുത്രൻ മെറായോദിന്റെ പുത്രൻ സാദോക്കിന്റെ പുത്രൻ മെഷുല്ലാമിന്റെ പുത്രൻ ഹിൽക്കിയായുടെ പുത്രൻ സെറായായും ആലയത്തിനുള്ള ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാരും ഉൾപ്പെടെ 872 പേർ. മൽക്കിയായുടെ പുത്രൻ പാഷൂറിന്റെ പുത്രൻ സക്കറിയായുടെ പുത്രൻ അംസിയുടെ പുത്രൻ പെലാലിയായുടെ പുത്രൻ യെറോഹാമിന്റെ പുത്രൻ അദായായും അവന്റെ ചാർച്ചക്കാരായ പിതൃതലവന്മാരും ഉൾപ്പെടെ 242. ഇമ്മേറിന്റെ പുത്രൻ മെഷില്ലമോദിന്റെ പുത്രൻ അക്സിയുടെ പുത്രൻ അസ്രേലിന്റെ പുത്രൻ അമത്ഷായിയും അവരുടെ ചാർച്ചക്കാരായ വീരയോദ്ധാക്കളും 128 പേർ. അവരുടെ ചുമതലക്കാരൻ ഹഗദോലിന്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവായരിൽ നിന്ന് ബുന്നിയുടെ പുത്രൻ ഹഷാബിയായുടെ പുത്രൻ അസ്രിക്കാമിന്റെ പുത്രൻ ഹാഷൂബിന്റെ പുത്രൻ ഷെമായ. ദേവാലയത്തിന്റെ പുറംജോലികളുടെ മേലാളന്മാരായി ലേവായ തലവന്മാരിൽ നിന്ന് ഷബദായിയും യോസാബാദും ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രനായ മീക്കായുടെ പുത്രനും പ്രാർത്ഥനയ്ക്ക് ഈണമിടുന്ന മുൻതുടക്കക്കാരനുമായ മത്താനിയ. അവന്റെ സഹോദരരിൽ രണ്ടാമൻ ബക്ബുക്കിയ. യദൂദിന്റെ പുത്രനായ ഗാലിലിന്റെ പുത്രൻ ഷമ്മുവയുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിലെ ആകെ ലേവായർ 284. വാതിൽ കാവൽക്കാരായി അക്കൂബ്, തൽമോൻ എന്നിവരും കവാടങ്ങളിൽ സൂക്ഷിപ്പുകാരായി അവരുടെ ചാർച്ചക്കാരും 172 പേർ. പുരോഹിതന്മാരും ലേവായരുമായി ശേഷിക്കുന്ന ഇസ്രായേൽക്കാർ ഓരോരുത്തരും യൂദായുടെ നഗരങ്ങളിലെല്ലാം അവനവന്റെ അവകാശത്തിലായിരുന്നു. എന്നാൽ ദത്തു ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചിരുന്നു. സീഹായും ഗിഷ്പായും ദത്തു ശുശ്രൂഷകന്മാർക്ക് മേലാളന്മാരായിരുന്നു. മിക്കായുടെ പുത്രനായ മത്താനിയായുടെ പുത്രനായ ഹഷാബിയായുടെ പുത്രനായ ബാനിയുടെ പുത്രനും ദേവാലയ ശുശ്രൂഷയ്ക്ക് മുമ്പിലായി ഗാനം ആലപിക്കുന്ന അസഫിരിൽപ്പെട്ടവരുമായ ഉസി ജെറുസലേമിലെ ലേവായരുടെ ചുമതലക്കാരായിരുന്നു. തീർച്ചയായും അവരെ പ്രതി രാജാവിന്റെ ഒരു കൽപ്പനയുണ്ടായിരുന്നു. ഗായകർക്ക് പ്രതിദിന കാര്യത്തിന് ഒരു ശമ്പളവും ഉണ്ടായിരുന്നു. ജനത്തെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിനും രാജാവിന്റെ വശത്ത് യഹൂദ്യനായ സേരഹിന്റെ മക്കളിൽപ്പെട്ട മെഷസാബേലിന്റെ പുത്രനായ പെത്താഹിയ ഉണ്ടായിരുന്നു. അവരുടെ നിലങ്ങളോട് കൂടിയ ഗ്രാമങ്ങളെക്കുറിച്ച് യഹൂദരിൽ ചിലർ താമസിച്ചിരുന്നത് കിരിയാത്ത് അർബയിലും അതിന്റെ ഉപനഗരങ്ങളിലും, ദിബോനിലും അതിന്റെ ഉപനഗരങ്ങളിലും, യക്കബ്സേലിലും അതിന്റെ ഗ്രാമങ്ങളിലും, യശുവയിലും മൊളാദായിലും ബെത്പെലലേത്തിലും ഹാസാർഷുവാലിലും പെർഷബായിലും അതിന്റെ ഉപനഗരങ്ങളിലും, സിക്ലാഗിലും മെക്കോനായിലും അതിന്റെ ഗ്രാമങ്ങളിലും, എൻഡിമോനിലും സൊറായിലും യർമൂദിലും ആണ്.
സനോവ, അതുല്ലാം അവയുടെ ഗ്രാമങ്ങൾ, ലാഗിഷ് അതിന്റെ വയലുകൾ, അസേക്ക അതിന്റെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ അവർ പാളയമടിച്ചു. ബെഞ്ചമീനരാകട്ടെ ഗെബായിൽ തുടങ്ങി മിക്മാഷ്, അയ്യ, ബെദേലും അതിന്റെ ഗ്രാമങ്ങളും, അനാത്തോത്ത്, നോബ്, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹാദീദ്, സെബോയിം, നെബല്ലാത്ത്, ലോദും ഓനോയും ഗേഹറാഷിയും എന്നിവിടങ്ങളിലും. ചില ലേവായർക്ക് യൂദായിലുള്ള വിഹിതങ്ങൾ ബെഞ്ചമിനോട് ചേർന്നായിരുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം. കർത്താവിൽ നിന്ന് ജെറമിയായ്ക്കുണ്ടായ വചനം. ഈ ഉടമ്പടിയുടെ വാക്കുകൾ നീ കേൾക്കുക. അവ യഹൂദരോടും ജെറുസലേം നിവാസികളോടും പറയുക. നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ ഉടമ്പടിയുടെ വാക്കുകൾ കേൾക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇരുമ്പു ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞാനത് അവരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു. നിങ്ങൾ എന്റെ സ്വരം കേൾക്കുകയും ഞാൻ നിങ്ങളെ അനുശാസിച്ചവയെല്ലാം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ എന്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇന്നുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് അവർക്ക് നൽകുമെന്ന് ഞാൻ ചെയ്ത ശപഥം ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ മറുപടിയായി പറഞ്ഞു, ആമേൻ കർത്താവേ. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ വാക്കുകളെല്ലാം യൂദായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ വീഥികളിലും നീ ഇപ്രകാരം വിളംബരം ചെയ്യുക. നിങ്ങൾ ഈ ഉടമ്പടിയുടെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്റെ ശബ്ദം കേൾക്കുവിനെന്ന് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്ന ദിവസം മുതൽ ഇന്ന് വരെ കർശനമായി അവർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അവർ കേൾക്കുകയോ അവരുടെ ചെവി ചായ്ക്കുകയോ ചെയ്തില്ല. ഓരോരുത്തനും തന്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യത്തിൽ ചരിച്ചു. ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകളെല്ലാം ഞാൻ അവർക്ക് ബാധകമാക്കി. അത് അനുഷ്ഠിക്കാൻ അവരെ ഞാൻ അനുശാസിച്ചെങ്കിലും അവർ ചെയ്തില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, യൂദാക്കാരുടെയും ജെറുസലേം നിവാസികളുടെയും ഇടയിൽ ഗൂഢാലോചന കാണപ്പെട്ടിരിക്കുന്നു. എന്റെ വാക്കുകൾ തിരസ്കരിച്ച തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കുറ്റങ്ങളിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു. അന്യദേവന്മാരുടെ പുറകെ അവയെ ആരാധിക്കാനായി അവർ പോയിരിക്കുന്നു. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അതിനാൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഒഴിഞ്ഞുമാറാൻ അവർക്ക് സാധിക്കാത്ത നാശം ഞാൻ അവരുടെ മേൽ വരുത്തുന്നു. അവർ എന്നോട് നിലവിളിക്കും, എന്നാൽ ഞാൻ അവരെ കേൾക്കുകയില്ല. അപ്പോൾ യൂദാ നഗരങ്ങളും ജെറുസലേം നിവാസികളും ചെന്ന് തങ്ങൾ ധൂപമർപ്പിച്ച ദേവന്മാരുടെ പക്കൽ നിലവിളിക്കും. അവരുടെ ദുരിതകാലത്ത് അവരെ അവ ഒരു വിധത്തിലും രക്ഷിക്കുകയില്ല. യൂദ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളമാണല്ലോ നിന്റെ ദേവന്മാർ. ജെറുസലേമിന്റെ തെരുവീഥികളുടെ എണ്ണത്തിനനുസരിച്ച് നാണക്കേടിന്റെ ബലിപീഠങ്ങൾ, ബാലിന് ധൂപമർപ്പിക്കാനുള്ള ബലിപീഠങ്ങൾ നീ സ്ഥാപിച്ചു. ഈ ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയോ അവർക്ക് വേണ്ടി നിലവിളിയോ പ്രാർത്ഥനയോ ഉയർത്തുകയോ അരുത്. കാരണം തങ്ങളുടെ ദുരിത നിമിത്തം അവർ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ അവരെ കേൾക്കുകയില്ല. അനേകരുമായി ദുഷ്കൃത്യം ചെയ്തിരിക്കെ എന്റെ പ്രിയയ്ക്ക് എന്റെ ഭവനത്തിൽ എന്ത് കാര്യം? നിന്നിൽ നിന്ന് ബലിമാംസം നിന്റെ ദുരിതം അകറ്റുമോ? എന്നിട്ടും നീ സന്തോഷിക്കുന്നു. തഴച്ചു വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവ് എന്ന് കർത്താവ് നിന്നെ പേര് വിളിച്ചിരുന്നു. ഉഗ്ര കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ അവിടുന്ന് അതിന്റെ മേൽ തീയിട്ടിരിക്കുന്നു. അതിന്റെ കൊമ്പുകൾ നശിക്കുന്നു. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാലിന് ധൂപമർപ്പിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ചെയ്ത തിന്മ മൂലമാണത്. കർത്താവ് എന്നെ അറിയിക്കുകയും ഞാൻ അറിയുകയും ചെയ്തു. അവിടുന്ന് അവരുടെ പ്രവൃത്തികൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് നയിക്കപ്പെടുന്ന ശാന്തനായ ആടിനെ പോലെയായിരുന്നു ഞാൻ. എനിക്കെതിരെ അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. വൃക്ഷത്തെ അതിന്റെ ഫലത്തോടെ നമുക്ക് നശിപ്പിക്കാം. അവന്റെ നാമം ഓർമ്മിക്കപ്പെടാതിരിക്കാൻ അവനെ ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് വിച്ഛേദിക്കാം. സൈന്യങ്ങളുടെ കർത്താവെ, നീതിപൂർവം വിധിക്കുന്നവനെ, ഉള്ളും ഉള്ളവും പരിശോധിക്കുന്നവനെ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം ഞാൻ കാണട്ടെ. കാരണം അങ്ങയോട് ഞാൻ എന്റെ പരാതി ഉണർത്തിച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കരുത്, ഞങ്ങളുടെ കയ്യാൽ നീ മരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജീവനെ അന്വേഷിക്കുന്ന അനാത്തോത്തിലെ മനുഷ്യരെ കുറിച്ച് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ശിക്ഷിക്കും. യുവാക്കൾ വാളിനിരയാകും. അവരുടെ പുത്രീപുത്രന്മാർ ക്ഷാമം കൊണ്ട് മരിക്കും. അനാത്തോത്തിലെ മനുഷ്യരുടെ മേൽ അവരുടെ ശിക്ഷാകാലത്ത് ഞാൻ അനർത്ഥം കൊണ്ടുവരുമെന്നതിനാൽ
അവർക്ക് പിൻതലമുറ ഉണ്ടായിരിക്കുകയില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കൊറിന്തോസിലെത്തി. അവൻ ജന്മം കൊണ്ട് പോന്തസുകാരനായ അക്വില എന്നു പേരുള്ള ഒരു യഹൂദനെ കണ്ടു. അവൻ ഭാര്യയായ പ്രിഷില്ലയ്ക്കൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൗലോസ് അവരെ സമീപിച്ചു. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരോടൊന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. തൊഴിൽ കൊണ്ട് അവർ കൂടാരപ്പണിക്കാരായിരുന്നു. എല്ലാ സാബത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. സീലാസും തിമോത്തിയോസും മക്കദോനിയായിൽ നിന്ന് വന്നെത്തിയപ്പോൾ പൗലോസ് യേശുവാണ് ക്രിസ്തുവെന്ന് യഹൂദരോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വചനത്തിൽ വ്യാപൃതനായിരുന്നു. അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ തലയിൽ പതിക്കട്ടെ. ഞാൻ നിരപരാധിയാണ്. ഇപ്പോൾ മുതൽ ഞാൻ ജനതകളുടെ അടുത്തേക്ക് പോകുന്നു. അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യൂസ്തോസ് എന്നൊരാളുടെ വീട്ടിലേക്ക് പോയി. സിനഗോഗിനടുത്തായിരുന്നു അവന്റെ വീട്. സിനഗോഗ് അധികാരിയായ ക്രിസ്പോസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. കൊറിന്തോസുകാരിൽ അനേകരും കേട്ട് വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, നിശബ്ദനായിരിക്കരുത്. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും ആക്രമിച്ച് നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെയേറെ ജനമുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് 1 വർഷവും 6 മാസവും താമസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.